നമസ്കാരം. ഈ വീഡിയോ യൂറോപ്പ് രാജ്യങ്ങളിലെ ട്രെയിൻ യാത്രയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ജർമ്മനിയിൽ നിന്ന് പോളണ്ട് വരെ ഒരു ട്രെയിൻ യാത്ര നടത്തി. ആദ്യം പോയപ്പോൾ വളരെയധികം ടെൻഷനായിരുന്നു. എങ്ങനെയാണ് ട്രെയിനിൻ്റെ കാര്യങ്ങൾ, ട്രെയിനിൻ്റെ സമയം, റെയിൽവേ സ്റ്റേഷൻ്റെ സമയം, നമ്മൾ എപ്പോൾ ചെല്ലണം, എന്തൊക്കെ ചെയ്യണം, വളരെയധികം സംശയമുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേ യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വളരെയധികം നല്ലൊരു യാത്രയായിരുന്നു. യാതൊരുമായ ടെൻഷൻ നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഈസി ആയിട്ട് അവിടുത്തെ യാത്രകൾ നടത്താൻ പറ്റും. ഒരു പക്ഷേ യൂറോപ്പിലുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെയധികം പരിചയമുള്ള കാര്യമാണ്. എന്നാൽ ആദ്യമായി യൂറോപ്പിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് സംശയങ്ങൾ, എനിക്കുണ്ടായപ്പോഴുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അത്തരം സംശയങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ ജർമ്മനിയിൽ നിന്ന് പോളണ്ട് വരെയാണ് പോയത്. പോളണ്ടിലെ ഗ്ഡാൻസ്കി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോയത്. ജർമ്മനിലെ ബെർലിൻ എയർപോർട്ടിൽ നിന്നാണ്, ബെർലിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇതാണ് ജർമ്മനിയിലെ ബെർലിൻ സ്റ്റേഷൻ, സെൻട്രൽ സ്റ്റേഷനാണ്. നമ്മൾ സെൻട്രൽ സ്റ്റേഷനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഏരിയയാണ് കാണുന്നത്. മേലോട്ട് ഫ്ലോറിലോട്ടും ബേസ്മെൻറ്റിലോട്ടും ഒക്കെ പോകാനുള്ള അവസരങ്ങളുണ്ട്. എല്ലാ ഫ്ലോറിലും ട്രെയിനുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തപ്പെടുവാനായിട്ട് ഇത്തരം ട്രെയിനുകൾ സൗകര്യങ്ങളുള്ളതാണ്. മിക്കവാറുള്ള യൂറോപ്പ് രാജ്യങ്ങളൊക്കെ ഇങ്ങനത്തെ കണക്ഷൻ ട്രെയിനുകളുണ്ട്. റെയിൽവേ സ്റ്റേഷനകത്തോട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിശാലമായ ഒരു ഏരിയയാണ്. ഇത്തരം ബോർഡുകൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണും. നമ്മളുടെ യാത്ര പോകുന്ന ട്രെയിനിൻ്റെ വിവരങ്ങളാണ് ഈ സ്റ്റേഷനുള്ളത്. നമ്മുടെ സമയം നോക്കി പോവുക. എൻ്റെ ട്രെയിനിൻ്റെ നമ്പർ EC59 എന്നുള്ളതായിരുന്നു. എൻ്റെ സമയമുണ്ട് ഏതാണ്ട് 12:45 അങ്ങോട്ട് സമയം. കൃത്യമായി തന്നെ നോക്കിയാൽ 12:52 EC59 കാണാം. നമ്മൾ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ പോകുന്ന സ്റ്റേഷൻ്റെ നമ്പറുകളൊക്കെ അതിലുണ്ട്. നമ്മൾ പോകുമ്പം ഇത്തരം ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ എൻ്റെ 12 ആണ്. എല്ലാ പ്ലാറ്റ്ഫോം നമ്പറിലും കൃത്യമായ ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രെയിനുകൾ പല പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ഭാഷ വ്യത്യാസമായിരിക്കും. പ്ലാറ്റ്ഫോം നമ്പർ ഓരോ പ്ലാറ്റ്ഫോം നമ്പറിലും പല നമ്പറുകളിൽ തിരിച്ചിട്ടുണ്ട്. അതായത് BCDE എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. എനിക്കുള്ളത് ബിക്ക് അപ്പുറത്തായിരുന്നു. ഞാനപ്പോൾ ഇയിൽ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ നീറ്റാണ്. അവിടെ സ്നാക്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ട്രെയിനിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. സൈക്കിൾ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് ട്രെയിനകത്ത് സൈക്കിളൊക്കെ വെച്ച് യാത്ര ചെയ്യാം. പല സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ നമുക്ക് വരും. 2 ഫ്ലോറുള്ളതും 1 ഫ്ലോറുള്ള ട്രെയിനുകൾ വരും. ഫുഡ് ട്രെയിനകത്ത് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് വന്നൊരു പ്രശ്നം പറഞ്ഞാൽ, ഞങ്ങളോട് ടിക്കറ്റിൽ പറഞ്ഞിരുന്നത് ട്രെയിനകത്ത് ഫുഡ് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ട്രെയിനിൽ കയറിയപ്പം അവർ ബോഗി കട്ട് ചെയ്തു. ട്രെയിനകത്ത് ഫുഡ് കിട്ടിയില്ല. ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കൃത്യമായിട്ട്, അതായത് ഈ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്ഥലം, ഇപ്പോൾ ഇത് D കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിൻ നിൽക്കുന്നതെന്ന് നമ്മുടെ ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് അതായത് ബോർഡിൽ ഉള്ള പോലെ തന്നെ D കഴിഞ്ഞായിരിക്കും ആ ട്രെയിൻ വന്ന് നിൽക്കുന്നത്. വളരെ ഷാർപ്പാണ് അവരുടെ ടൈമിങ്ങും കാര്യങ്ങളെല്ലാം. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ട്രെയിൻ വന്നു. കൃത്യസമയം തന്നെയായിരുന്നു ട്രെയിൻ എത്തിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെ ഫേസ് ചെയ്ത പ്രശ്നം നല്ല ട്രെയിനിനകത്ത് കേറ്ററിംഗ് ഇല്ലായിരുന്നു. അന്നത്തെ ദിവസം അവർ ആ ബോഗി ക്യാൻസൽ ചെയ്തു. വലിയ ട്രെയിനൊന്നുമല്ല, 4-5 ബോഗികളുള്ള ട്രെയിനാണ്. എല്ലാം AC കമ്പാർട്ട്മെൻറ്റുകളും കുറച്ചുകൂടെ സൗകര്യം കൂടിയതും കുറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ള ട്രെയിനുകളാണ്. ആകെ വന്നൊരു ഫേസ് ചെയ്ത പ്രശ്നം നമ്മുടെ ഫുഡ് ഉള്ള കേറ്ററിങ്ങിനുള്ള സർവീസ് ഇല്ലായിരുന്നു ട്രെയിനിൽ. അപ്പം അങ്ങനെ യാത്ര ചെയ്തൊരു കഴിവതും നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്നാക്സൊക്കെ കരുതിയാൽ നല്ലതായിരിക്കും. ട്രെയിനിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾക്ക് കയറേണ്ട ബോഗി 272 ആയിരുന്നു. അതായത് പോകുന്ന സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങൾക്കൊരു 6 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഒരു യാത്രയുടെ പകുതി മുക്കാൽ സമയവും നമ്മുടെ ബോഗി കാലിയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കിട്ടിയില്ല എന്നൊരു പ്രശ്നം. ഞങ്ങളുടെ കയ്യിൽ അല്പം ചെറിയ മിക്സറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. യാത്ര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു. നല്ല സ്മൂത്ത് യാത്രയായിരുന്നു. ഇടയ്ക്ക് TTR ഒക്കെ വന്ന് നമ്മുടെ നിന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് പോകും. എല്ലാം ന്യൂ ടെക്നോളജിയാണ്. നമ്മളൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ സ്റ്റേഷൻ വരുമ്പോഴും അവർ അനൗൺസ് ചെയ്യും. അധികം സ്റ്റേഷനുകളൊന്നും ഒന്നും പലപ്പോഴും കാണുകയില്ല. വലിയ സ്പീഡിലൊന്നുമല്ല ട്രെയിൻ പോകുന്നത്, ന്യായമായ സ്പീഡിൽ പോവുകയാണ്. പിന്നെ
യാത്രക്കിടയിൽ ഞങ്ങൾ പരിചയപ്പെട്ടൊരു വ്യക്തി, ഈ കാണുന്ന മനുഷ്യൻ വെള്ളമടിച്ച് പോക്കറ്റിയായിരിക്കുന്ന മനുഷ്യനാണ്. ശരിക്കും നാട്ടിൽ മാത്രമല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം ആളുകളുണ്ട് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന് വ്യക്തമായ ടിക്കറ്റൊന്നും ഇല്ലാതാണ്. TTR വരുമ്പോൾ അയാൾ ഇറങ്ങി വിടും, TTR പോയി കഴിയുമ്പോൾ വീണ്ടും വന്നിരിക്കും. അത്യാവശ്യമൊക്കെ ഞങ്ങളെ ശല്യം ചെയ്തതെന്ന് വേണം പറയാം. നാട്ടിലുള്ള സെയിം ആൾക്കാരുടെ അതേ സ്വഭാവം. യൂറോപ്പിലാന്ന് പറഞ്ഞാലും കാര്യമില്ല, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെയുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ബട്ടൺ, അതായത് നമ്മൾ ട്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ് ഡോറ്. സപ്പോസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ട ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ തുറന്നു തരും. നല്ലൊരു യാത്രയായിരുന്നു, എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു. വളരെയധികം ടെൻഷനോടുകൂടിയാണ് ഈ യാത്ര തുടങ്ങിയെങ്കിലും യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയായിരുന്നു.